ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റാഫീഞ്ഞയുടെ കരിയറിലെ ഏറ്റവും മികച്ച സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസൺ. തകർപ്പൻ പ്രകടനമായിരുന്നു ബാഴ്സലോണയ്ക്ക് വേണ്ടി റാഫീഞ്ഞ പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ സാധ്യതകൾ കൽപ്പിക്കപ്പെട്ടിരുന്നത് റാഫീഞ്ഞക്കായിരുന്നു. പക്ഷേ ബാലൻഡിയോർ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, റാഫീഞ്ഞ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. അത് ഫുട്ബോൾ ആരാധകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് ആദ്യ 3 സ്ഥാനങ്ങളിൽ എങ്കിലും ഫിനിഷ് ചെയ്യേണ്ട ഒരു താരമാണ് റാഫീഞ്ഞ. പക്ഷെ അദ്ദേഹം 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. അത് അനർഹമായ ഒരു കാര്യമാണ് എന്ന അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ സീസണിലെ റാഫീഞ്ഞയുടെ പ്രകടനം അത്രത്തോളം വലുതായിരുന്നു. അതായത് ആകെ 64 മത്സരങ്ങളായിരുന്നു ഈ ബ്രസീലിയൻ താരം കളിച്ചിരുന്നത്. അതിൽ നിന്ന് 38 ഗോളുകൾ നേടി 23 അസിസ്റ്റുകൾ സ്വന്തമാക്കി. അതായത് 64 മത്സരങ്ങളിൽ നിന്ന് 61 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ലാലിഗയിലെ പ്ലെയർ ഓഫ് ദി സീസൺ അത് റാഫീഞ്ഞയായിരുന്നു. റയലിനെതിരെ 5 ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ബയേണിനെതിരെ ഹാട്രിക് നേടിയ താരമാണ് റാഫീഞ്ഞ. ലാലിഗ, കോപ്പ ഡെൽ റേ, സ്പാനിഷ് സൂപ്പർ കപ്പ് തുടങ്ങിയ കിരീടങ്ങളൊക്കെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത്രയും മികച്ച പ്രകടനം നടത്തിയ താരമാണ് 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. ഇതിനെ പരിഹസിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ രേഖപ്പെടുത്തിയ ഒരു കമന്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. അതായത് നെയ്മർ ജൂനിയർ കുറിച്ചത് ഇങ്ങനെയാണ്: റാഫീഞ്ഞ 5ാമതായത് ഒരു വലിയ ജോക്ക് തന്നെ, ഒരു വലിയ കോമഡി തന്നെ. ഇതാണ് നെയ്മർ ജൂനിയർ കുറിച്ചിട്ടുള്ളത്. കൂടാതെ ചിരിക്കുന്ന ഒരു ഇമോജിയും അദ്ദേഹം ചേർത്തിട്ടുണ്ട്. അതായത് ഈ ബാലൻഡിയോറിനെ പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. റാഫീഞ്ഞ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഒരു വലിയ കോമഡിയായി തോന്നുന്നു എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ്. ഏതായാലും പലരും ഇതിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഒരിക്കലും റാഫീഞ്ഞ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ട ഒരു വ്യക്തിയായിരുന്നില്ല എന്നാണ് പലരുടെയും അഭിപ്രായം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.